ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പോണത് ചെടിയുടെ വീഡിയോ അല്ല കേട്ടോ. ചെടി ജസ്റ്റ് ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടി എടുത്താണ്. ഇപ്പോൾ ഇവിടെ സമയം രാത്രി 8 മണിയാണ് കേട്ടോ. 8 മണിക്ക് നമ്മുടെ സൂര്യൻ നേരെ നല്ലപോലെ ഉദിച്ച് നല്ല സൂര്യനായിട്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ചെടിയൊക്കെ ആകെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അവരെല്ലാം ആകെ ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങി. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ എപ്പോഴും പറയണല്ലേ, ഞാൻ കുറച്ച് നാളായിട്ട് വെയിറ്റ് ലോസ് നോക്കണുണ്ട്. വെയിറ്റ് ഒന്ന് കുറയ്ക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അതിനായിട്ട് ഞാനങ്ങനെ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം നമ്മളൊരു ചെറിയ ഡ്രിങ്ക്, വൈകുന്നേരം അല്ല, ഞാൻ രാവിലെ മുതൽ ഞാൻ ഡ്രിങ്കാണ് കഴിക്കണത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ, നമുക്ക് പച്ചവെള്ളം അതിൻ്റെ ഇടയ്ക്ക് കുടിക്കാം. എന്നാലും കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ചോയ്സ് നമ്മളിന്ന് ചെയ്യാൻ പോണ ഈ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടിയൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കി വെക്കട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. നമുക്ക് നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും എടുത്ത് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് നമ്മുടെ സംഭവങ്ങൾ കേട്ടോ. വേറൊന്നുമില്ല. ഇത് ഒരു നാരങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 തണ്ട് പുതിന ഇല, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ. ഞാൻ ഇതുപോലൊരു ജാറിനകത്തോട്ടേക്ക് ഇതുപോലൊരു ക്യാനിലാണ് ഞാൻ വെക്കണത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്യാൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സാധാരണ നമ്മുടെ എന്തെങ്കിലും ചൂട് നിൽക്കാൻ പാകത്തിനുള്ള ഒരു പാത്രമായാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ എനിക്ക് എന്നെ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഈ 2 ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതിനൊരു കയ്പുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഈ തൊലി ഇതുപോലെ കട്ടാക്കി കളയാം കേട്ടോ. പക്ഷേ തൊലി കട്ട് ചെയ്ത് കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് തൊലീനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി കളയാം. അത് വേണമെന്നില്ല. നമ്മളിതുപോലെ 2 ആക്കി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ പാത്രത്തിലോട്ട്, ഇത് കണ്ടോ, ഇതൊരു ഹോളുള്ള ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ നാരങ്ങ വെറുതെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. ഇതൊന്ന് ജസ്റ്റ് പിഴിഞ്ഞിട്ട് അങ്ങ് ഇടുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങി നല്ലപോലെ അത് നന്നായിട്ട് നീരിറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 പീസും നാരങ്ങ പിഴിഞ്ഞു കൊടുത്തു. ഈ നാരങ്ങ വലിയ നാരങ്ങ കേട്ടോ, നമ്മുടെ നാട്ടിലെ നാരങ്ങ പോലെ അല്ല കേട്ടോ, നല്ല വലിയ നാരങ്ങ, നല്ലോണം നീരുണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. കണ്ടോ, ഏകദേശം ഇത്രയും അതിനകത്ത് നീരായിട്ടുണ്ട്. കൈ ഒന്ന് തുടയ്ക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഇത് ഞാനിവിടെ നമ്മുടെ ചട്ടിയിൽ നട്ടേക്കണ പുതിനയുടെ അല്ലേ കേട്ടോ. ഇതിനെ ഒന്ന് ശരിക്കും പിച്ചിട്ട് കൈ കൊണ്ടൊന്ന് ചിപ്പി ഇങ്ങനെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇഞ്ചി, ഇതിനെ ചെറിയ പീസുകളാക്കി നമ്മൾ കട്ട് ചെയ്യുക. ഇഞ്ചി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ വയറിന് ഏറ്റവും നല്ല ഒരു മെഡിസിനും കൂടെ കൂടിയാണ് ഇഞ്ചി. നമ്മുടെ ഡൈജഷനും പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ടുള്ള നെഞ്ചിരിച്ചിൽ, പുളിച്ചിൽ, തിരട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു മെഡിസിൻ ആണ് ഇഞ്ചി കേട്ടോ. അപ്പോൾ ഇഞ്ചി നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ച് വെച്ചേക്കണ വെള്ളമാണ്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഈ അകത്തുള്ള ഈ കുനിയിൽ പോലത്തെ ആ സാധനം വെച്ചേക്കണത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ വേറെ ചപ്പോ ഇതിൻ്റെ ആ മല്ലിയുടെ പുതിനയുടെ ചപ്പോ അങ്ങനത്തെ ഇഞ്ചിയുടെ ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ പാത്രം എല്ലാവർക്കും വേണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് കുടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചൊഴിക്കുക, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഇതെല്ലാം മാറ്റി, നാരങ്ങയുടെ എല്ലാം തൊലിയും കാര്യങ്ങളും എല്ലാം മാറ്റിയതിന് ശേഷം കുടിക്കുക കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചൂടാറി കഴിയുമ്പോൾ കേട്ടോ. നല്ലൊരു എന്താ പറയുക, വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഭയങ്കര നല്ലൊരു എന്താ പറയണേ, ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളതും നമുക്ക് അതുകൊണ്ട് ഗുണം തോന്നിയിട്ടുള്ളൊരു നല്ലൊരു ഡ്രിങ്കാണിത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഒരു ഗ്ലാസ്സിൽ, ഇപ്പോൾ ചൂടാറിയിട്ടില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഈ ഗ്ലാസ്സിനകത്ത് ചൂട് എടുക്കുന്നതിന് കുഴപ്പമില്ലാത്തതാണ് ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇതുണ്ടോ, ഇതുപോലെ നമുക്ക് വെള്ളം കുടിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വെള്ളം സാധാ വെള്ളം കുടിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിനെ പുറത്ത് കളയാനും നമ്മുടെ വയറിൻ്റെ ഡൈജഷന് കാര്യങ്ങൾ, നമ്മുടെ ബോഡിക്ക് മൊത്തത്തിലൊരു റീഫ്രഷിങ് എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വെയിറ്റ് ലോസ് നോക്കുന്നവരാണെങ്കിൽ, വെയിറ്റ് ലോസ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ നല്ലൊരു, നമ്മുടെ വയറിനും നമ്മുടെ ഡൈജഷനും കാര്യങ്ങൾക്കും എല്ലാം നല്ലൊരു ഡ്രിങ്കാണ്. വെയിറ്റ് ലോസിന് മാത്രം ഇത് കഴിച്ചാൽ വെയിറ്റ് കുറയൊന്നുമില്ല, പക്ഷേ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിനെ പുറത്ത് കളയാനായിട്ട് വളരെ ഗുണം ഉള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുമ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.